Good morning, dear students. Welcome to Social Science class. Chapter 19th ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗവേണൻസ് അറ്റ് ദി സ്റ്റേറ്റ് ലെവൽ, സംസ്ഥാനതല ഭരണം. ഗവർണർ, സംസ്ഥാന തലവൻ ഗവർണറാണ്. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. ദി ഗവർണർ ഈസ് ദി ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. ദി ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഗവർണറുടെ യോഗ്യതകൾ: 1. ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. 2. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. 3. സർക്കാർ ശമ്പളം പറ്റുന്ന ആളാകരുത്. ഗവർണറുടെ കാലഘട്ടം 5 വർഷമാണ്. ഈ കാലഘട്ടത്തെ മതിപ്പു കാലഘട്ടമെന്ന് പറയുന്നു. ഇത് അർത്ഥമാക്കുന്നത് ഗവർണറുടെ പ്രവർത്തനങ്ങളുടെ സ്വീകാര്യതയാണ്. അല്ലാത്ത പക്ഷം കാലാവധി മുഴുവൻ പൂർത്തിയാകുന്നതിന് മുമ്പ് പിരിച്ചുവിടുവാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. ക്വാളിഫിക്കേഷൻ ഓഫ് ദി ഗവർണേഴ്സ്: First, must be a citizens of India. Second, must be at least 35 years old. Third, should not hold any office of profit. The governor is appointed for a term of 5 years, but normally holds office during the pleasure of the president. The pleasure of the president means that the governor may be removed by the president even before the expiry of his term. ഗവർണറുടെ അധികാരങ്ങൾ: ഒന്നാമതായി ഭരണനിർവഹണ അധികാരങ്ങൾ. അതിലൊന്നാമത് മുഖ്യമന്ത്രിയെയും മന്ത്രിസഭാ അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. രണ്ടാമത് ഉപകോടതികളിലെ ജഡ്ജിമാരെ നിയമിക്കുന്നത് ഗവർണറാണ്. മൂന്നാമത് അഡ്വക്കേറ്റ് ജനറലെ നിയമിക്കുന്നു. നാലാമതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. അടുത്തത് സംസ്ഥാന PSC അതായത് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നു. അവസാനമായി സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നു. പവേഴ്സ് ഓഫ് ഗവർണർ. ഫസ്റ്റ്, എക്സിക്യൂട്ടീവ് പവേഴ്സ്. ഗവർണർ അപ്പോയിൻറ്റ്സ് ദി ചീഫ് മിനിസ്റ്റർ ആൻഡ് ദി മെമ്പേഴ്സ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. നെക്സ്റ്റ്, ഹി ആൾസോ അപ്പോയിൻറ്റ്സ് ദി മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. നെക്സ്റ്റ്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, ദി അഡ്വക്കേറ്റ് ജനറൽ, ജഡ്ജ് ഓഫ് ദി സബ് കോർട്സ്. 2. നിയമനിർമ്മാണ അധികാരങ്ങൾ. അതിലൊന്നാമത്തത് സംസ്ഥാന നിയമനിർമ്മാണ സഭ വിളിച്ചുകൂട്ടുവാനും നിർത്തിവെക്കാനും പിരിച്ചുവിടാനും ഗവർണർക്ക് അധികാരമുണ്ട്. രണ്ടാമതായി സമ്മേളനത്തിൽ ഗവർണർ അഭിസംബോധന ചെയ്യുന്നു. 3. നിയമസഭയിൽ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ നാമനിർദ്ദേശം ചെയ്യുവാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. അവസാനമായി നിയമസഭ പാസാക്കുന്ന ബില്ല് ഗവർണർ അംഗീകരിക്കുമ്പോൾ മാത്രമേ നിയമമാവുകയുള്ളൂ. സെക്കൻഡ്, ലെജിസ്ലേറ്റീവ് പവേഴ്സ്. ഷീ ഹാസ് ദി റൈറ്റ് ടു സമൺ ആൻഡ് പ്രൊറോഗ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആൻഡ് ക്യാൻ ഡിസോൾവ് ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. നെക്സ്റ്റ്, ഹി അഡ്രസ് ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. Next, she may nominate one person of Anglo-Indian community as a member of Legislative Assembly. Last, a bill passed by the state legislature become a law only when the governor give assent to it. 3. പൊതുധന വിനിമയ അധികാരങ്ങൾ. 1. ബഡ്ജറ്റ് ഗവർണർക്ക് വേണ്ടി ധനകാര്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കുന്നു. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വർഷത്തേക്കുള്ള വരുമാന ചിലവ് കാണിക്കുന്ന രേഖയാണ് ബഡ്ജറ്റ്. പണം സംബന്ധിച്ച ബില്ലുകൾ ഗവർണറുടെ ശുപാർശയില്ലാതെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല. അവസാനമായി സംസ്ഥാന കണ്ടിൻജൻസി ഫണ്ട് അതായത് എമർജൻസി ഫണ്ട്, ഇതിൻ്റെ നിയന്ത്രണം ഗവർണറിൽ നിക്ഷിപ്തമാണ്. 3. ഫിനാൻഷ്യൽ പവേഴ്സ്. ദി ബഡ്ജറ്റ് ഈസ് പ്രസൻറ്റഡ് ബൈ ദി ഗവൺമെൻറ് ഇൻ ദി ലെജിസ്ലേച്ചർ ഫോർ ഇറ്റ്സ് അപ്രൂവൽ. No money bill can be introduced in the state legislature without the recommendations of the governor. He also has control over the state contingency fund. വിവേചനാധികാരങ്ങൾ. ഒന്നാമതായിട്ട് ഭരണഘടനാ പ്രകാരം ചില അസാധാരണ സാഹചര്യങ്ങളിൽ ഗവർണർക്ക് മന്ത്രിസഭയുടെ ഉപദേശമില്ലാതെ പ്രവർത്തിക്കാം. 2. ഗവർണർ സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും കണ്ണിയായി പ്രവർത്തിക്കുന്നു. Discretionary. According to the Constitution, under special circumstances, he may act with Council of Ministers. The governor acts as a link between the center and the state.
മുഖ്യമന്ത്രിയെയും മന്ത്രിസഭാ കൗൺസിലെയും നിയമിക്കുന്നത് ഗവർണറാണ്. കാലാവധി 5 വർഷമാണ്. ഇനിയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ ശുപാർശ പ്രകാരം ഗവർണർ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനയാണ്. മന്ത്രിസഭാ കൗൺസിലിൻ്റെ മീറ്റിങ്ങുകളിൽ അധ്യക്ഷത വഹിക്കുന്നു. മന്ത്രിസഭാ കൗൺസിലും ഗവർണറും ആയുള്ള പ്രധാന കണ്ണി മുഖ്യമന്ത്രിയാണ്. നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നു. വിവിധ പ്രവർത്തനങ്ങൾക്കും നയങ്ങൾക്കും നിർദ്ദേശങ്ങൾ നൽകുന്നതും മുഖ്യമന്ത്രിയാണ്. മിനിസ്റ്റർ. The Chief Minister and the other members of the Council of Ministers are appointed by the Governor. Their term of office is for 5 years. The portfolios are allocated to the ministers by the Governor on the advice of the Chief Ministers. The presides over the meetings of the State Council of Ministers. He guides the framing of the policies and the programs for the state. He gives approval of the bills that are introduced by the ministers in the state legislature. Is the sole link of the communication between the Council of Ministers and the Governor. The Chief Minister is the real executive head of the state. He is the leader of the majority of the party. സഭ, അതായത് നിയമനിർമ്മാണ സഭ. ഓരോ സംസ്ഥാനത്തിനും നിയമനിർമ്മാണ സഭയുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണ സഭയ്ക്ക് ദ്വിമണ്ഡലങ്ങൾ ബൈകാമറൽ ഉണ്ട്. ഇന്ത്യയിലെ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭയ്ക്ക് ഒറ്റ മണ്ഡലമേ ഉള്ളൂ, അതായത് ഏകമണ്ഡല സഭ, യൂണികാമറൽ എന്ന് പറയുന്നു. ബീഹാർ, ജമ്മു കാശ്മീർ, കർണാടക, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് ഈ സംസ്ഥാനങ്ങൾ ദ്വിമണ്ഡല നിയമസഭയ്ക്ക് ഉദാഹരണങ്ങളാണ്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. Every state has its legislature. In some of the states, the legislature is bicameral. It has 2 houses. In most of the states, it is unicameral. It has only 1 house. At present, only Bihar, Jammu Kashmir, Karnataka, Maharashtra and Uttar Pradesh have a bicameral legislature. നിയമനിർമ്മാണ സഭയുടെ ഘടന. ഇതിൻ്റെ കാലാവധി, നിയമസഭയുടെ കാലാവധി 5 വർഷമാണ്. നിയമനിർമ്മാണ സഭ വിധാൻ സഭ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇത് യഥാർത്ഥ സഭയാണ്. സഭയിൽ 500 അംഗങ്ങളിൽ കൂടുവാനോ 60 അംഗങ്ങളിൽ കുറയുവാനോ പാടില്ല. ഇതിലെ അംഗങ്ങളെ MLAമാർ എന്നറിയപ്പെടുന്നു. കോമ്പോസിഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി, ദാറ്റ് ഈസ് വിധാൻ സഭ, ഇസ് ദി റിയൽ ലെജിസ്ലേച്ചർ. The state legislative assembly shall not have more than 500 members and not less than 60 members. Its members are known as MLA. MLAയുടെ യോഗ്യതകൾ എന്തെല്ലാമെന്ന് നോക്കാം. 1. ഇന്ത്യൻ പൗരനായിരിക്കണം. 2. 25 വയസ്സ് പൂർത്തിയായിരിക്കണം. 3. വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. 4. ഗവൺമെൻറ് ജീവനക്കാരൻ ആവരുത്. വിധാൻസഭയുടെ കാലാവധി 5 വർഷമാണെന്ന് ഓർക്കണം. ഓക്കെ. Qualifications of MLA. First, be a citizen of India. Second, have attained the age of 5 years. Third, have his name in the voters list. Fourth, not hold any office of profit. സാർവദേശീയ വോട്ടവകാശം. ജാതി, വർഗ, മത, ലിംഗ, ജന്മദേശ വ്യത്യാസമില്ലാതെ 18 വയസ്സായ എല്ലാ ഇന്ത്യക്കാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവദേശീയ വോട്ടവകാശം എന്ന് പറയുന്നത്. Universal adult franchise. All adults who have completed the age of 18 and above have the right to vote, and without any discrimination based on race, caste, religion, place of birth and sex. നിയമനിർമ്മാണ കൗൺസിലിൻ്റെ ഘടന. നിയമനിർമ്മാണ സഭയെ വിധാൻ പരിഷത്ത് എന്ന് പറയപ്പെടുന്നു. 1/3 അംഗങ്ങളെ പ്രാദേശിക സമിതികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു. 2. 1/3 വിഭാഗങ്ങളെ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നു. 3. 1/12 ബിരുദധാരികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു. അടുത്തത് നെക്സ്റ്റ് 4. 1/12 അംഗങ്ങളെ സെക്കൻഡറി സ്കൂൾ അധ്യാപകരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു. ലാസ്റ്റ് 1/6 അംഗങ്ങളെ ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നു. നിയമനിർമ്മാണ കൗൺസിലിൻ്റെ കാലാവധി 6 വർഷമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് 5 വർഷമാണ്. നിങ്ങളത് തിരുത്തി എഴുതണം. ഇതൊരു സ്ഥിര സഭയാണ്. ഇതിലേക്കുള്ള കുറഞ്ഞ വയസ്സ് 30 വയസ്സാണ്. കോമ്പോസിഷൻ ഓഫ് ദി ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഫസ്റ്റ്, 1/3 members are elected by the members of local bodies.
Second, another 1/3 members are elected by the members of the Legislative Assembly. Third, 1/12 members are elected in the graduates. Next, 1/12 are elected in the teachers in standards that secondary schools. Last, 1/6 members are nominated by the governor of the state. Vidhan Parishad is a permanent house. Members are elected for a period of 6 years. Have attained the age of 30 years. സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ അതായത് നിയമസഭയുടെ ചുമതലകൾ. ഒന്നാമതായി നിയമനിർമ്മാണ ചുമതലകൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിയമസഭയ്ക്ക് മാത്രമേ നിയമനിർമ്മാണം അവകാശമുള്ളൂ. നിയമസഭ പാസ്സാക്കുന്ന ബില്ല് നിയമനിർമ്മാണ കൗൺസിലിൻ്റെ അംഗീകാരത്തിനായി അയക്കും. ബില്ല് ലഭിച്ച് 14 ദിവസത്തിനകം മടക്കി അയക്കേണ്ടതാണ്. നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന ബില്ല് പിന്നീട് ഗവർണറുടെ അംഗീകാരത്തിനായി അയക്കുന്നു. രണ്ടാമതായി ഭരണനിർവഹണ അധികാരമാണ്. മൂന്നാമത് ഇലക്ടറൽ ചുമതലകൾ. 4 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചുമതലകൾ. ഫങ്ഷൻസ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഫസ്റ്റ്, ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ്. ദി അസംബ്ലി ഹാസ് ദി സോൾ റൈറ്റ് ടു ലെജിസ്ലേറ്റ്. എ ബിൽ പാസ്ഡ് ബൈ ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് സെൻഡ് ടു ദി ലെജിസ്ലേറ്റീവ് കൗൺസിൽ വിച്ച് ഹാസ് ടു പാസ് ഇറ്റ്. Return the bill to the assembly with its recommendations within 14 days of the receipt of the bill. Once the bill is passed by the legislature, it is sent to the governor for his assent. Second, control over the executive. Third, electoral functions. Fourth, functions related to constitutional amendment. ഹൈക്കോടതി. ഓരോ സംസ്ഥാനത്തും ഓരോ ഹൈക്കോടതി ഉണ്ടായിരിക്കും. എന്നാൽ ഒരു ഹൈക്കോടതിയുടെ പരിധിയിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളും വരാം. നമ്മുടെ കേരളത്തിൻ്റെ ഹൈക്കോടതി എറണാകുളത്താണ്. ഹൈക്കോടതിയിൽ ഒരു മുഖ്യ ന്യായാധിപനും ഏതാനും ജഡ്ജിമാരും ഉണ്ടായിരിക്കും. മുഖ്യ ന്യായാധിപനെയും ജഡ്ജിനെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഹൈക്കോർട്ട്. There has to be a high court for every state. A high court may have more than one state under its jurisdiction. Each high court has a chief justice and judges. Chief justice and judges of high court are appointed by the president. High Court of Kerala in എറണാകുളം. 1 ഇന്ത്യൻ പൗരനായിരിക്കണം. 2 10 വർഷത്തിൽ കൂടുതൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോടതിയിൽ പ്രവർത്തിച്ച് പരിചയമുണ്ടായിരിക്കണം. 3 തുടർച്ചയായി 10 വർഷത്തിൽ കുറയാതെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിലോ ഒന്നിലധികം കോടതികളിലോ വക്കീലായി സേവനം അനുഷ്ഠിച്ചിരിക്കണം. ഇനി ഇത്രയാണ് നമ്മുടെ യോഗ്യതകൾ. 65 വർഷം പൂർത്തിയാവുന്നതുവരെ ഇവർക്ക് തുടരാവുന്നതാണ്. കഴിവില്ലായ്മയോ കൊണ്ടോ അതുപോലെ സ്വഭാവദോഷം കൊണ്ടോ ജഡ്ജിയെ അതായത് ന്യായാധിപന് പാർലമെൻറ്റിൻ്റെ വിചാരണ നടത്തി പുറത്താക്കാവുന്നതാണ്. ഈ പ്രക്രിയയാണ് ഇംപീച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ക്വാളിഫിക്കേഷൻസ്. ഫസ്റ്റ്, ഷുഡ് ബി എ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. Second, should have held a judicial office in the territory of India for at least 10 years. Third, should have been an advocate in one or more high courts for at least 10 years continuously without break. The judges of high court hold office till they attain the age of 65 years. A judge can be removed from office through an impeachment. ഹൈക്കോടതിയുടെ അധികാരങ്ങൾ. ആദ്യ വിചാരണ അധികാരവും അപ്പീൽ അധികാരവും ഹൈക്കോടതിക്കുണ്ട്. മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് ഹൈക്കോടതിക്ക് ആദ്യ വിചാരണ അധികാരമാണുള്ളത്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരാതികളിലും ആദ്യ വിചാരണ അധികാരമുണ്ട്. അപ്പീൽ അധികാരമെന്ന നിലയിൽ ജില്ലയിലെ കീഴ്ക്കോടതികളിൽ നിന്നുള്ള വിധികൾക്കെതിരെ ഹൈക്കോടതികൾ പരാതി കേൾക്കുന്നതാണ്. ജൂറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട്. ദി ഹൈക്കോർട്ട് ഹാസ് ഒറിജിനൽ ആൻഡ് അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ. The High Court exercise original jurisdiction for the enforcement of fundamental rights. The High Courts may also hear elections petitions under its original jurisdictions. Under appellate jurisdictions, High Court hear appeal against the judgment of the subordinate courts at the district level. കീഴ്ക്കോടതികൾ. 1 സിവിൽ കോടതികൾ. 2 ക്രിമിനൽ കോടതികൾ. 3 റവന്യൂ കോടതികൾ. സബോർഡിനേറ്റ് കോർട്സ്. സിവിൽ കോർട്സ്, ക്രിമിനൽ കോർട്സ്, റവന്യൂ കോർട്സ്. സിവിൽ കേസുകൾ. വസ്തുസംബന്ധമായ തർക്കങ്ങൾ, കരാർ ലംഘനങ്ങൾ, വിവാഹമോചനം, ഭൂ ഉടമകളും കൃഷിക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ തുടങ്ങിയവ സിവിൽ കേസുകളാണ്.
Disputes regarding property, breach of agreement or contract, divorce or disputes between landlords and tenants. All these cases are settled by civil courts. ക്രിമിനൽ കേസുകൾ, മോഷണ കേസുകൾ, കൊള്ളയടി, ലൈംഗിക പീഡനം, ശാരീരിക പീഡനം, കൊലപാതകം തുടങ്ങിയവ ക്രിമിനൽ കേസുകൾ ഉൾപ്പെടുന്നു. സച്ച് കേസസ് റിലേറ്റഡ് ടു തെഫ്റ്റ്, റോബറി, റേപ്പ്, പിക്ക് പോക്കറ്റിംഗ്, ഫിസിക്കൽ മർഡർ എക്സെട്ര. റവന്യൂ കോടതികൾ. സംസ്ഥാന തലത്തിൽ റവന്യൂ ബോർഡുണ്ട്. കമ്മീഷണർ, കലക്ടർ, തഹസിൽദാർ, അസിസ്റ്റന്റ് തഹസിൽദാർ എന്നിവർ ഉൾപ്പെട്ടതാണ് റവന്യൂ കോടതി. റവന്യൂ കോർട്ട്. ബോർഡ് ഓഫ് റവന്യൂ എക്സിസ്റ്റ് അറ്റ് ദി സ്റ്റേറ്റ് ലെവൽ. Under it are the courts of Commissioner, Collector, Tahsildars and Assistant Tahsildar.